കുറച്ചു മുൻപ് ഒരാൾ എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. പാസ്റ്റർ, എൻ്റെ കൺട്രോൾ ആകെ പോയിരിക്കുകയാണ്, എനിക്ക് വേണ്ടി ശക്തമായിട്ടൊന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാവോ? എനിക്കിപ്പോൾ ആരെയും വിശ്വസിക്കാനോ നല്ലതൊന്നും ജീവിതത്തിൽ പ്രതീക്ഷിക്കാനോ കഴിയുന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ഇതായിരുന്നു ആ സംസാരത്തിൻ്റെ ഒരു ആകത്തുക. ഞാൻ പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളെല്ലാം കേട്ടു. വളരെ വിശ്വസിക്കുകയും നമ്മൾ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ചില മനുഷ്യർ നമുക്കിട്ട് നല്ല ചിമിട്ടൻ പണി തരും. എന്നിട്ട് അവരൊന്നും അറിയാത്തവരെ പോലെ ചിരിച്ചുകൊണ്ട് നമ്മുടെ മുഖത്ത് നോക്കി ഇങ്ങനെ വർത്തമാനം പറയും. പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ ഇവരുടെ തനി ഗുണം നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ മനസ്സിനുണ്ടാകുന്നൊരു വിങ്ങലിനെ എത്ര സമ്മാനങ്ങൾ കൊടുത്താലും ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. എന്തെല്ലാം ശാന്തി വാക്കുകൾ കൊണ്ട് ഹൃദയത്തെ ഒന്ന് സ്വസ്ഥമാക്കാൻ നോക്കിയാലും അതങ്ങനെ പിടിതരാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു വല്ലാത്ത പോക്കിൽ നമുക്ക് സംഭവിക്കുന്നത്, ആരെയും വിശ്വസിക്കാൻ പറ്റാതെ, ആരെയും ഉൾക്കൊള്ളാൻ കഴിയാതെ നമ്മുടെ ഹൃദയം കുറച്ചു നേരം ഇങ്ങനെ ഒറ്റയ്ക്ക് എല്ലാവരുടെയും പിടികളിൽ നിന്നും മാറി ഇങ്ങനെ മുന്നോട്ടേക്ക് ഒരു ഓട്ടം ഓടുമെന്നുള്ളതാണ്. ആ ഓട്ടത്തിൽ ഒരു പക്ഷേ കുറേ നാളുകളായി ജീവിതത്തിൽ ഒരുക്കി വച്ചിരുന്ന നല്ല നല്ല ഊർജ്ജസ്വലമായ പ്ലാനുകളും പദ്ധതികളും എല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞെന്ന് തന്നെ വരും. ഇങ്ങനൊരു ദുരന്തം ആർക്കും ഉണ്ടാകാതിരിക്കാൻ ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മൂഡ് ഓഫ് ആയ മേഖലകളിൽ നിന്ന് നമ്മളെ ഒന്നുകൂടെ ഒന്ന് റിവൈവ് ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളെ 100% ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ടേക്ക് കെയർ ചെയ്യാൻ പോകുന്നൊരു നേരമാണ് നിങ്ങളെൻ്റെ വാക്കുകളെ കേൾക്കുന്നത്. ഇന്നത്തെ പ്രവചനദൂത് നിങ്ങൾക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നു. സന്തോഷത്തോടുകൂടെ ഇന്നത്തെ പ്രവചനദൂതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനം. വിശ്വസിക്കാൻ പോലും ബലമില്ലാതായി പോകുന്ന സമയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് ഒത്തിരി അന്വേഷിക്കുകയും ഒരുപാട് ജീവിത സാഹചര്യങ്ങളിൽ അതിനുള്ളതായ ഉത്തരങ്ങൾ തേടുകയും ചെയ്ത ഒരു ദൈവദാസനാണ് ഞാൻ. ആ നേരങ്ങളിൽ ദൈവവചനം എനിക്ക് ബലം പകർന്നു നൽകിയ ഒരു സാഹചര്യം ഞാൻ നിങ്ങളോട് പറയാം. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനമാണ്. ആ തിരുവെഴുത്ത് ഇങ്ങനെയാണ്: 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. പരിസരങ്ങളിൽ കാണുന്നത് റിയാലിറ്റി ഇതാണ് എന്ന നിലയിൽ നമ്മുടെ മുമ്പിൽ നിർത്തിവെക്കുന്ന 100 യാഥാർത്ഥ്യങ്ങളെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴും ക്ഷീണിച്ചു പോകാവുന്ന ഒരു വിശ്വാസമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. എന്നാൽ അതിനെ ക്ഷീണിക്കാതെ നിലനിർത്താനും നമുക്ക് പറ്റുമെന്നതാണ് ബൈബിൾ നമുക്ക് നൽകുന്ന പ്രത്യാശ. എല്ലാം കൈവിട്ടു പോകുമ്പോഴും വെറും കൈയോടെ നിൽക്കുന്ന ഒരു മനുഷ്യനോട് എന്താണ് പറയേണ്ടത്? പലപ്പോഴും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആയിപ്പോയ മനുഷ്യരോട് ദൈവം പറയാൻ എനിക്ക് ഏൽപ്പിച്ചൊരു വാക്ക് ഞാൻ നിങ്ങളോട് പറയാം: തിരികെ പിടിക്കാൻ കഴിയാത്തതൊന്നും നിനക്ക് നഷ്ടമായിട്ടില്ല. മടങ്ങി വരാൻ കഴിയാത്തത്ര ദൂരത്തേക്ക് ഒരനുഗ്രഹവും നിന്നെ വിട്ട് ഓടിപ്പോയിട്ടില്ല. പലതും കർത്താവ് നിൻ്റെ ജീവിതത്തിലേക്ക് ഇരട്ടി ശക്തിയോടുകൂടെ മടങ്ങി കൊണ്ടുവരുവാൻ ഇപ്പോഴും ശക്തനാണ്. 100-ാമത്തെ വയസ്സിൽ ഒരു തലമുറ എന്നുള്ളതായി ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ മുമ്പിൽ നിർജീവമായ ശരീരത്തോടും ഒരു കുഞ്ഞിനൊരിക്കലും ജനിക്കാൻ കഴിയാത്ത വിധം ദുർബലമായി ചുരുങ്ങിപ്പോയ തൻ്റെ ഭാര്യയുടെ വന്ധ്യത നിറഞ്ഞ വയോധികത്വം നിറഞ്ഞ ഗർഭപാത്രത്തെയും അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ അതിനേക്കാളേറെ വിശ്വാസത്തോടുകൂടെ സ്വീകരിച്ചു എന്നതാണ് ഈ തിരുവെഴുത്ത് നമ്മളോട് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ടെർമിനേഷൻ ലെറ്ററും നിങ്ങളുടെ കൈകളിലെത്തിയിരിക്കുന്ന ജപ്തി കടലാസുകളും നിങ്ങളുടെ അക്കൗണ്ടിലെ മൈനസ് ബാലൻസും അല്ലെങ്കിൽ 0 ബാലൻസും നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ പിണക്കവും ഒരിക്കലും നേരെയാകാൻ പോകുന്നില്ല എന്ന നിലയിൽ നിങ്ങളുടെ കൺമുമ്പിൽ ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി ഉയർന്നു നിൽക്കുന്ന 100 ചിന്തനീയമായ പ്രശ്നങ്ങളും അതിൻ്റെ എല്ലാം യാഥാർത്ഥ്യങ്ങളെ കണ്ടും ഉൾക്കൊണ്ടും കൊണ്ട് തന്നെ ഇരിക്കുമ്പോഴും ഈ ഒരു വാക്കാണ് എനിക്ക് പറയാനുള്ളത്: അതിനപ്പുറമായി എന്തോ ഒന്ന് നമുക്ക് വേണ്ടി വരാൻ പോകുന്നു. ഇതിനതീതമായി എന്തോ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായി തന്നെ സംഭവിപ്പാൻ പോകുന്നു. ഈ കാണുന്നതും അറിയുന്നതും കേൾക്കുന്നതുമായ എല്ലാ ഇൻസിഡൻസിനും ഉപരിയായ എന്തോ ഒന്ന് നമ്മുടെ പേരിൽ വെയിറ്റ് ചെയ്യുന്നു. അതെ,
അതാണ് ദൈവപ്രവൃത്തി എന്ന പേരിൽ നമ്മൾ ഇന്ന് വരെയും കണ്ടിട്ടുള്ളത്. നാം ഈ നിമിഷവും അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒന്ന് വരുമെന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് ആധികാരികമായി പറയാനുള്ളത്. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുമ്പോഴും അതിനെ തള്ളിക്കളയുന്നതല്ല വിശ്വാസം എന്ന് പറയുന്നത്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇതിങ്ങനെയാണെങ്കിലും ദൈവം പ്രവർത്തിപ്പാൻ ശക്തൻ എന്നുള്ളതായ തിരിച്ചറിവാണ് യാഥാർത്ഥ വിശ്വാസത്തിൻ്റെ താക്കോൽ. പലപ്പോഴും ക്ഷീണിച്ചു പോകാൻ പോകുന്നതായ മാനസികാവസ്ഥയ്ക്കകത്ത് വിശ്വാസത്തിൻ്റെ ചെറിയ നാമ്പുകൾ കിളിർക്കുമ്പോൾ അതിന് വന്ന് വെള്ളം ഒഴിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പ്രത്യാശ എന്നാണ്. അതെ, ആ പ്രത്യാശയാണ് ഇന്ന് രാവിലെ നമ്മളെ മുറുകെ പിടിക്കുവാൻ, വിശ്വാസത്തെ വളർത്തുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രത്യാശ ഉണ്ടാകുന്നത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ. ഈ നിമിഷവും നമ്മൾ രണ്ടുപേരും ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു. നിങ്ങളോട് സംസാരിക്കുന്ന ഞാനും എൻ്റെ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളും ഒരുപോലെ കർത്താവിനാൽ അംഗീകരിക്കപ്പെടുന്നു, യേശുവിനാൽ സ്നേഹിക്കപ്പെടുന്നു. ദൈവപിതാവിൻ്റെ പരമോന്നതമായ സ്നേഹം നമ്മുടെ മേലുള്ളതുകൊണ്ട് നമ്മൾ നന്നാകും, രക്ഷപ്പെടും, തിരിച്ചു വരുമെന്നുള്ളതായ ശക്തമേറിയ ഒരു പ്രത്യാശയുടെ നനവ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ചെറിയ നാമ്പുകളിലേക്ക് ഇന്ന് വന്ന് വീഴുകയാണ്. മുരടിച്ചുപോയി, ഉണങ്ങിപ്പോയി എന്ന് നിരൂപിക്കുന്ന സമയത്ത് പൊടുന്നനവെ വിളനിലങ്ങളിലേക്ക് പെയ്തിറങ്ങുന്ന ഒരു ചെറിയ മഴ ഓരോ ചെറുനാമ്പിനും നൽകുന്ന ശക്തമായ ഉന്മേഷമെന്തോ അതാണ് പ്രത്യാശ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് നൽകുന്നത്. യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വിശ്വാസത്തെ ക്ഷീണിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന് ശക്തിപ്പെടുത്തിയെടുക്കാൻ ഇന്ന് രാവിലെ കർത്താവ് നമ്മളെ സഹായിക്കുകയാണ്. അസാധാരണമായ എന്തോ ഒന്ന് നമ്മുടെ പരിസരങ്ങളിൽ നടക്കുന്നു. അതുകൊണ്ട് ഈ നിമിഷം നമുക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ ശക്തമായിട്ട് ഉയർത്താൻ കഴിയുന്നില്ല എങ്കിൽ പോലും നമ്മുടെ കൺട്രോൾ നമുക്ക് തിരിച്ചു പിടിക്കാം. കേട്ടോ പറഞ്ഞത്? കോൺഫിഡൻസ് ഉയരുന്നില്ലെങ്കിലും നമ്മുടെ കൺട്രോൾ നമുക്ക് തിരിച്ചു പിടിക്കാം. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാന്നേ. നമ്മളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് രാവിലെ ചെയ്തുകൊണ്ട് കൂളായിട്ട് മുന്നോട്ട് പോകാം. മിനിഞ്ഞാന്ന് എൻ്റെ അരികിലൊരു ഫാമിലി ഉണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ വലിയ ചില ആത്മീക പോരാട്ടങ്ങളുടെ ഒരു സമയത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവരുടെ വാഹനത്തിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി, അവരുടെ മോൻ്റെ വാഹനത്തിൻ്റെ ആക്സിഡൻ്റ് ഉണ്ടായി, അവരുടെ മോളുടെ വാഹനത്തിന്, അവർ ഇന്ത്യയിലും അവരുടെ ഒരു മോൻ ബഹ്റൈനിലും ഒരു കുഞ്ഞ് ഓസ്ട്രേലിയയിലുമാണ്. 3 പേരുടെയും വാഹനങ്ങൾക്ക് ഒരുപോലെ അപകടം ഉണ്ടാകുന്നു. അവരുടെ കുടുംബം വലിയൊരു സ്പിരിച്വൽ വാർഫെയറിലൂടെ കടന്നു പോകുന്നു. സ്വാഭാവികമായും ഞങ്ങളുടെ പ്രാർത്ഥനയോ ഞങ്ങളുടെ ദൈവകൃപയുടെ അനുഭവങ്ങളോ അഭിഷേകമോ ഒന്നും ഈ ഒരു പ്രതിസന്ധിയെ നേരിടാൻ പോരാ എന്നുള്ളതായ ഒരു ചിന്തയിലാണ് അവരെന്നെ കാണാനെത്തിയത്. പക്ഷേ ഹോളി സ്പിരിറ്റ് അവരോട് പറഞ്ഞ വാക്ക് വളരെ എനിക്കും ബലം പകരുന്ന ഒന്നായിരുന്നു. കർത്താവ് അവരോട് ഇങ്ങനെ പറഞ്ഞു, എന്നത്തെയും പോലെ മാത്രം നിങ്ങൾ സ്വസ്ഥമായിരിക്കുക, ഞാൻ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നു. നിങ്ങളുടെ നേരെ പലതും വന്നുവെങ്കിലും ഒന്നും നിങ്ങൾക്കൊരു ദോഷം വരുത്താത്ത വിധം എൻ്റെ കരങ്ങളിൽ ഞാൻ നിങ്ങളെ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയാണ്. പിശാച് കൂടുതൽ ആക്രമിക്കുന്നു എന്നതിൻ്റെ പേരിൽ കൂടുതൽ ഇന്ന് ദൈവത്തോട് അടുക്കാമെന്നുള്ളതല്ല. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കർത്താവിൻ്റെ സംരക്ഷണത്തെയും വിശ്വസ്തതയെയും വിശ്വസിക്കാനും അതിൽ ഉറയ്ക്കാനും ഇന്ന് രാവിലെ നമുക്ക് കഴിയട്ടെ. നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ ഒരു പക്ഷേ കഴിയത്തില്ലായിരിക്കാം. ഒരുപാട് പ്രാർത്ഥിക്കാൻ ഇന്നൊരു പക്ഷേ നമുക്കൊരു മൂഡ് കാണില്ല. ഒരുപാട് ആത്മീയമായിട്ട് ഉണർന്നിന്നെന്തൊക്കെയോ പിടിച്ചടക്കത്തക്ക നിലയിലുള്ള ഒരു ശാരീരിക ഉന്മേഷം ഒരു പക്ഷേ നിങ്ങളുടെ മേൽ കാണില്ല. എന്നാൽ ദൈവം നിങ്ങളെ കാണുന്നു, കർത്താവ് നിങ്ങളെ പിന്തുണയ്ക്കുന്നു, യേശു നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നു. ഈ ഒരു ധൈര്യത്തിൽ നിങ്ങളുടെ നിലവിലുള്ളതായ ആ കോൺഫിഡൻസിന് അതീതമായി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ആ കൺട്രോൾ ഒന്ന് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് പാടാൻ കഴിയുന്ന അത്രയും മാത്രം പാടുക. നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്ന അത്രയും മാത്രം ബൈബിൾ വായിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് കഴിയുന്ന അത്രയും മാത്രം നിങ്ങൾ ഇന്ന് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ ക്ഷീണം വരുന്നതോ നിങ്ങൾക്ക് തന്നെ മരവിപ്പും മടുപ്പും ഉണ്ടാക്കുന്നതോ നിങ്ങൾ വളരെ അക്രമോത്സുകമായി നിങ്ങൾക്ക് തന്നെ വിനയായി ദോഷമായി സങ്കടകരമായി ചെയ്യേണ്ടതില്ല. നമ്മുടെ കൈകളാലല്ല, നമ്മുടെ കർത്താവിൻ്റെ കൈകളാലാണെന്ന് നാം ജയം നേടുന്നത്. നമ്മുടെ പ്രാപ്തിയാലല്ല, യേശുവിൻ്റെ വിശ്വസ്തമായ പ്രവൃത്തിയാലാണ് ഇന്ന് നമ്മളുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ കൈകളിൽ എത്താൻ പോകുന്നത്. അതിൻ്റെ അർത്ഥം വെറുതെ ഇരുന്നാൽ മതിയെന്നാണോ? അതെ, ചില കാര്യങ്ങളിൽ വെറുതെ ഇരുന്നാൽ മതി. മിണ്ടാതിരിക്കാനും സ്വസ്ഥമായിരിക്കാനും വളരെ റിലാക്സ്ഡ് ആയിരിക്കാനും ഒക്കെ ഒരു സമയമെന്നോ പോലെ ചിലരുടെ ലൈഫിനകത്ത് ഈ ദൈവിക ദൂത് ഇടപെടുകയാണ്. അപ്പോൾ വിശ്വാസം ഒരു സ്വസ്ഥതയാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ചില കാര്യങ്ങളിൽ ഇതൊക്കെ കാണുമ്പോഴും വാഗ്ദത്തങ്ങളെ ചോദ്യം ചെയ്യാനല്ല, അയ്യോ ഇനി എന്നാ ചെയ്യുമെന്നുള്ളതായി അങ്കലാപ്പിൽ ഓടിപ്പുറപ്പെടാനല്ല. വാഗ്ദത്തം ദൈവം പറഞ്ഞതാണെങ്കിൽ അത് സംഭവിക്കുമെന്നുള്ളതായ നിശ്ചയദാർഢ്യത്തോടുകൂടെ റിലാക്സ്ഡ് ആയിരിക്കാൻ, വളരെ പീസ് ഓഫ് മൈൻഡോടുകൂടി ആയിരിക്കാൻ കർത്താവ് നമ്മളോട് പറയുന്നു. അടുത്ത വാക്യം എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. നിങ്ങൾക്ക് കഴിയുമോ? അത് എനിക്ക് ഉറപ്പാണ് നിങ്ങളെക്കൊണ്ട് കഴിയും.
അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ടെമ്പററി ആയി സംഭവിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലെ പെർമനൻ്റ് റിസൾട്ടുകളാണ് എന്ന് നിങ്ങളൊരിക്കലും കരുതരുത്. ഇപ്പോൾ ഒരാൾ പിണങ്ങിയെങ്കിൽ ഇനി എന്നും അതങ്ങനെ ആയിരിക്കുമെന്ന് ഒരിക്കലും കരുതരുത്. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് കരുതി ഇനി എൻ്റെ ജീവിതം എന്നും ഇങ്ങനെ ആകുമെന്ന് ചിന്തിക്കരുത്. ഒരു രോഗം നിങ്ങളുടെ ശരീരത്തിൽ വന്നു എന്ന് കരുതി ഇനി ഞാൻ എന്തായി തീരുമെന്നുള്ളതായ തെറ്റായ ഭാവനകളെ ഒന്നും വരച്ചു കൂട്ടരുത്. നോ, ഇത് മാറും. ഇതിനകത്തുനിന്ന് പുറത്തു വരും. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. വിശ്വാസം നഷ്ടപ്പെടുകയും അത് ക്ഷീണിച്ചു പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് വേണ്ടത് ഏതൊരു വിധത്തിലുള്ളതായ മോട്ടിവേഷനേക്കാളും ചില എവിഡൻസുകളാണ്. കഴിഞ്ഞ നാളുകളിൽ ചില എവിഡൻസുകൾ നമ്മുടെ ലൈഫിൽ കർത്താവ് തന്നിട്ടുണ്ട്. തെളിവുകൾ എന്താണ്? നമ്മളെക്കൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ചില വിഷയങ്ങളെ നമ്മൾ ഫേസ് ചെയ്തവരാണ്. നമ്മളെക്കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത പല കാര്യങ്ങളെയും നമ്മൾ കണ്ടവരും കേട്ടവരും നേരിട്ടവരുമാണ്. അന്ന് അദൃശ്യമായൊരു സഹായം നമുക്ക് കിട്ടിയിരുന്നു. അദൃശ്യമായ ഒരു സഹായത്താൽ ഒരു വലിയ വാതിൽ നമുക്ക് തുറക്കപ്പെട്ടിരുന്നു. അപ്രതീക്ഷിതമായൊരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നു. നനയ്ക്കാത്ത ഒരാളുടെ കയ്യിൽ നിന്നുള്ളൊരു സഹായം നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരുന്നു. നമുക്ക് വേണ്ടി ഒരു നിയമം ചേഞ്ച് ചെയ്യപ്പെട്ടിരുന്നു. മരുന്നിനേക്കാൾ അതീതമായി നമ്മുടെ ശരീരത്തിലെ ഒരു ആരോഗ്യാവസ്ഥ പിന്നെയും ഉന്മേഷം പ്രാപിച്ച് തിരിച്ചു വന്നിരുന്നു. എവിടെ നിന്നൊക്കെയോ സാഹചര്യങ്ങൾ ആരൊക്കെയോ പ്രവർത്തിക്കുകയോ ഇടപെടുകയോ ചെയ്തതിൻ്റെ പേരിൽ നമുക്ക് അനുകൂലമായി വന്നിരുന്നു. മറ്റു പലർക്കു വേണ്ടി എന്നപോലെ അവർ ചെയ്ത ചില കാര്യങ്ങളുടെ ഗുണഭോക്താവായി മാറിയത് അവരെക്കാൾ ഉപരി നമ്മളായിരുന്നു. അങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് നടന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ചിലത് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ളതായ ചില തെളിവുകൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇട്ടതെന്തിനാണ്? ഈ സാഹചര്യത്തിൽ ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് നമ്മളോട് പറയാൻ, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല എന്നുള്ള ഉറപ്പ് നമുക്ക് ആധികാരികമായി തരാൻ. അതുകൊണ്ട് വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുന്ന നേരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെയുള്ളതായ ചില എവിഡൻസുകളെ നമുക്ക് കാണാം. ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഇതുവരെ ഞാൻ നടന്നതല്ല, ദൈവം എന്നെ നടത്തിയതാണ് എന്നുള്ളതായ തിരിച്ചറിവോടുകൂടെ എവിടെ നിന്ന് തുടങ്ങിയവരാ നമ്മളൊക്കെ, എവിടെ കിടന്നവരാ നമ്മളൊക്കെ, ഇന്ന് നമ്മൾ എവിടെ ആയിരിക്കുന്നു അല്ലേ? ആ ഒരു യാത്രയിൽ നമ്മളെ ഇന്നയോളം താങ്ങിയ കർത്താവിൻ്റെ ഭുജത്തിന് നന്ദി പറയാൻ, ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ നമ്മളെ പിന്തുണച്ച യേശുവിൻ്റെ കൈകളെ ഒന്ന് സ്നേഹത്തോടെ ചുംബിക്കാൻ ഇന്ന് രാവിലെ നമുക്ക് തയ്യാറാകാം. നിരാശകൾ കയറി വരും, അത് നമ്മളോട് വല്ലാത്ത ചില വാക്കുകൾ പറയും. പക്ഷേ ഓർമ്മയിൽ ഇന്നും മായാതെ കിടക്കുന്ന ദൈവത്തിൻ്റെ ചില കരുതലുകളുടെ വ്യക്തമായ സ്മരണാ ചിത്രങ്ങൾ നമ്മുടെയൊക്കെ മെമ്മറിയിലുണ്ട്. അതിനെ നമുക്ക് തട്ടിക്കുടഞ്ഞെടുക്കാൻ ഇന്ന് രാവിലെ നമുക്ക് കാണട്ടെ. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ മുമ്പിലുള്ളതായ വലിയ ചില ലക്ഷ്യങ്ങളെ ഇന്ന് രാവിലെ നമുക്ക് കടന്നു പിടിക്കാൻ ശ്രമിക്കാതെ തൊട്ട് മുൻപിലുള്ളതായ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ഫോക്കസ് ചെയ്യാൻ നമുക്ക് തയ്യാറാകാം. അതായത് യേശുവിൻ്റെ മരണം അത് നടന്ന ആ ദിവസം തന്നെ ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതല്ല കർത്താവ് പ്ലാൻ ചെയ്തത്. 3-ാം നാളുണ്ട്, 1-ാം നാളുണ്ട്, 2-ാം നാളുണ്ട്, 3-ാം നാളുണ്ട്. ക്രൂശേറ്റി അന്ന് തന്നെയല്ല പുനരുത്ഥാനം, 3 ദിവസം. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മറുപടി വൈകുമെന്നുള്ളതല്ല, വെറും 3 ദിവസത്തേക്കകം നിങ്ങൾ വെളിയിൽ വരുമെന്നുള്ളതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ മാറുമെന്നുള്ളതാണ്. ആമേൻ, ഹല്ലേലൂയ. അടുത്ത 72 മണിക്കൂറുകൾക്കകം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഗണ്യമായ ചേഞ്ചസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പാസ്റ്റർ പറയുന്നത്. അതങ്ങനെ തന്നെ സംഭവിക്കും. വലിയൊരു ലക്ഷ്യത്തിന് ഇപ്പോഴല്ല സമയം, അതിന് ചില മണിക്കൂറുകൾ കൂടെ ബാക്കിയുണ്ട്. ആ മണിക്കൂറുകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നല്ല റിസൾട്ട് വെളിയിൽ വരുന്ന ആ നല്ല മണിക്കൂറിലേക്ക് ഒരുങ്ങാനുള്ളതായ നേരമാണിപ്പോൾ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ വിജയം നേടണം, ഇപ്പോൾ തന്നെ ജീവിതം ശരിയാകണം, എല്ലാ മാറ്റങ്ങളും ഇപ്പോൾ തന്നെ വരണം, എല്ലാം ഇപ്പോൾ തന്നെ ഉണ്ടാകണമെന്ന നിലയിലുള്ളതായ കാര്യങ്ങളെ ഒന്ന് മുന്നോട്ടേക്ക് മാറ്റിയിട്ട് ഒന്ന് സർവൈവ് ചെയ്യേണ്ട നേരത്ത് സർവൈവ് ചെയ്യുക. ശേഷം നിങ്ങളൊന്ന് സ്റ്റേബിളായി നിൽക്കുക. അതിനുശേഷം നമുക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം. സോ ഏറ്റവും വലുതിപ്പോൾ ചുമലിലേറ്റുക എന്നുള്ളതല്ല, ഈ സമയം ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ കൊടുക്കുക എന്നാണ് കർത്താവ് പറയുന്നത്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് യേശുവിലേക്കൊന്ന് ഓടാം. കർത്താവിലേക്ക് ഇന്ന് രാവിലെ ഒന്ന് ചായാം. എന്തോ ഒരു ശാന്തിയുടെ വാർത്ത നിങ്ങളെ തേടി വരുന്നുണ്ട്. സമാധാനം നിങ്ങൾക്ക് നൽകുന്ന ഒരു പുതിയ സന്തോഷത്തിൻ്റെ ചിത്രം നിങ്ങളുടെ കണ്ണുകളിൽ തെളിയാൻ പോകുന്നുണ്ട്. കർത്താവ് അവസ്ഥകളെ മാറ്റാൻ പോകുന്നു എന്നത് കേവലം ഒരു ആശ്വാസവാക്കല്ല, തമ്പുരാൻ്റെ ഉന്നതമായ ഒരു ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ ഇന്ന് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ തയ്യാറാകാം. സോ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത
ഒരു മനുഷ്യൻ കൂടെ ഭൂമിയിലുണ്ടെന്ന് കർത്താവ് പറയട്ടെന്നേ. നമ്മളെക്കുറിച്ചായിരിക്കട്ടെന്നേ ആ സാക്ഷ്യം. അബ്രഹാം മാത്രമല്ല, ഒരാളുകൂടിയുണ്ട്. എവിഡൻസുകൾ, സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ് എല്ലാം എഗനിസ്റ്റ് ആയപ്പോഴും ആ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇതിനേക്കാൾ അതീതമായി പ്രവർത്തിപ്പാൻ ദൈവം ശക്തനെന്ന് ഉറച്ചുകൊണ്ട് പ്രത്യാശയാൽ വിശ്വാസത്തെ കെട്ടുപോകാതെ നിലനിർത്തി, ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിക്കാതെ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ മുറുകെ പിടിച്ചൊരു മനുഷ്യൻ കൂടെ കേരളത്തിലുണ്ടെന്ന്, UAE-യിലുണ്ടെന്ന്, US-ലുണ്ടെന്ന്, ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തട്ടെ. പൊന്നുമക്കളെ, ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കട്ടെ. ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട, കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കും. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കും കേട്ടോ. പിതാവേ, ഇന്ന് രാവിലെ എൻ്റെ വാക്കുകളെ കേട്ട് എന്നോട് കൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സ്നേഹനിധികളായ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കൃപ ഇവരുടെ മേൽ ഇപ്പോൾ ധാരാളമായി വർഷിക്കപ്പെടട്ടെ. ഇവർ നോക്കിക്കാണുന്ന ജീവിത സാഹചര്യങ്ങളിലെ 100 എഗനിസ്റ്റായ സിറ്റുവേഷനുകൾ എൻ്റെ കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടലിനാൽ അനുകൂലമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ഞാൻ യേശുപ്പയുടെ കരങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ഇന്ന് ഇവരുടെ കണ്ണിന് മുമ്പിൽ കഴിഞ്ഞ നാളുകളിൽ ഇവരെ വിശാലമായി മുന്നോട്ട് നടത്തിയ ദൈവത്തിൻ്റെ കൃപയുടെ ചിത്രം ഒരിക്കൽ കൂടെ തെളിയാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പുതിയ അനുഗ്രഹങ്ങൾ, പുതിയ വഴികൾ, പുതിയ മുഖാന്തരങ്ങൾ ഇന്ന് ഓപ്പണാകും. കർത്താവിൻ്റെ കരം ഇവരെ മുറുകെ പിടിക്കും. വിശ്വസ്തനായ ദൈവത്തിൻ്റെ ഉന്നതമായ നടത്തിപ്പിൽ ഇവരിന്ന് സുരക്ഷിതരായിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിൻ്റെ പൊന്നുമക്കളാണ് നിങ്ങൾ തോറ്റുപോകില്ല. ധൈര്യമായി നിൽക്കുക. നമുക്ക് ഈ വരുന്ന വെള്ളിയാഴ്ച നേരിട്ട് കാണാം. കോട്ടയത്ത് നമുക്ക് മീറ്റിംഗ് ഉണ്ട്. ഈ സാറ്റർഡേയിൽ ഒരു സ്പെഷ്യൽ ഡെലിവറൻസ് സെമിനാർ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 30 പേർക്കാണ് അതിൽ പ്രവേശനം. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് പോകുന്നുള്ളൂ. മുൻകൂട്ടി സീറ്റ് ബുക്ക് ചെയ്യണേ. ഞായറാഴ്ച രാവിലെ 8:30 മുതൽ 11:30 വരെ കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലുള്ള MK ടവർ എന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ 7ാം നിലയിൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആത്മീക ആരാധന വിശുദ്ധ സഭായോഗം നടക്കുന്നുണ്ട്. വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ എറണാകുളത്ത് ചിറ്റൂർ റോഡിലുള്ള YMCA ഹാളിലും നമ്മുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ വരിക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ കാണാം. യേശുവിൻ്റെ മഹത്വപൂർണ്ണമായ കരുതലും കാവലും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക കേട്ടോ. ലൈക്ക് ചെയ്യാനും ദൈവം നിങ്ങളോട് ഈ ഒരു ദൂതിനകത്ത് സംസാരിച്ച വാക്ക് ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. കർത്താവായ യേശുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.